നമസ്കാരം. എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ട ഏറ്റവും പുതിയ വാർത്താക്കുറിപ്പ് കേരള രാഷ്ട്രീയത്തെ തന്നെ വീണ്ടും പിടിച്ചുലച്ചിരിക്കുകയാണ്. കേവലം പ്രാദേശിക കള്ളപ്പണം വെളുപ്പിക്കൽ എന്നതിലുപരി അന്താരാഷ്ട്ര തലത്തിലേക്കും അതിർത്തി കടന്നുള്ള വിദേശ പണമിടപാടുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ED. കോഴിക്കോട്ടെ 8 ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ മിന്നൽ പരിശോധനയ്ക്ക് പിന്നാലെ ഉയർന്നു വന്ന കണ്ടെത്തലുകൾ വീണ വിജയനും ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിനും ഗുരുതരമായ നിയമക്കുരുക്കാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മെയ് മാസത്തിൽ വീണയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ചുവന്ന ഡയറി തന്നെയാണ് ഇതിലെയും പ്രധാന വില്ലനായിരിക്കുന്നത്. ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകളിൽ വീണ സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ച കണക്കുകളാണ് ED ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പ്രകാരം ഏകദേശം 3.49 ലക്ഷം ദിർഹം, അതായത് ഇന്ത്യൻ രൂപയിൽ 85 ലക്ഷത്തോളം രൂപയാണ് ദുബായിലേക്ക് തന്നെ കൈമാറ്റം ചെയ്തതായി റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പണം വീണ വിദേശത്തേക്ക് ആർക്കാണ് നൽകിയതെന്നും ഏത് അക്കൗണ്ടിലേക്കാണ് പോയത് എന്നും കണ്ടെത്താനായിട്ടില്ല. എങ്കിലും വീണയ്ക്കെതിരെ വിദേശ നാണ്യ കള്ളപ്പണ നിരോധന നിയമം അഥവാ ഫെമ പ്രകാരം പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് EDയുടെ നീക്കം. ഇതിനു പുറമെ കൈയെഴുത്ത് കണക്കുകളിൽ നിന്ന് 20 കോടിയിലധികം രൂപയുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും ED കണ്ടെത്തിയിട്ടുണ്ട്. CMRൽ നിന്ന് ഔദ്യോഗികമായി ലഭിച്ച 1.72 കോടി രൂപയ്ക്ക് പുറമെയാണ് ഈ ഭീമമായ തുകകൾ കൈകാര്യം ചെയ്തതെന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. വീണയുടെ അറിയപ്പെടുന്ന വരുമാന സ്രോതസ്സുകളെക്കാൾ വളരെ കൂടുതലാണ് ഈ തുക എന്നതുകൊണ്ട് തന്നെ മുൻ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും സ്വാധീനം ഉപയോഗിച്ച് കൈപ്പറ്റിയ അഴിമതി പണമാണിതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ഡയറിയിലെ കണക്കുകൾക്ക് പുറമെ കേസിൽ മറ്റൊരു കണ്ടെത്തൽ ഡിജിറ്റൽ പരിശോധനയിലാണ് പുറത്തു വന്നത്. അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണം വെട്ടിക്കാൻ വീണ മറ്റൊരാളുടെ പേരിൽ എടുത്ത സിം കാർഡും വൈഫൈ റൂട്ടർ ഉപയോഗിച്ചാണ് ഇന്റർനെറ്റ് അധിഷ്ഠിത കോളുകൾ നടത്തിയതായും ED വാദിക്കുന്നുണ്ട്. DYFI നേതാവ് നന്ദുലാലിന്റെ പേരിലുള്ളതാണ് ഈ ഒരു സിം കാർഡെന്നും മുഹമ്മദ് റിയാസും വീണയും പറഞ്ഞിട്ടാണ് ഇത് എടുത്തു നൽകിയതെന്നും നന്ദുലാൽ EDക്ക് മൊഴി നൽകിയതായാണ് അറിയുന്നത്. രഹസ്യ ആശയവിനിമയങ്ങൾക്കായി വ്യാജരേഖകളിൽ എടുത്ത സിം ഉപയോഗിച്ചു എന്നത് ഗൂഢാലോചന കേസിലെ സുപ്രധാന തെളിവായും മാറും. റിയാസിന്റെ സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്രോതസ്സിലേക്കും ED ശ്രദ്ധ തിരിക്കുന്നുണ്ട്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P നിഖിലിന്റെ സോലസ് എന്ന പരസ്യ കമ്പനിക്ക് എക്സാലോജിക് പണം നൽകിയത് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കാണോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ വ്യക്തത വരും. റിയാസ് അടക്കമുള്ളവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് പിന്നിലെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചും ചോദ്യം ചെയ്യലുകൾ ഉണ്ടായേക്കാം. ഇതോടെ പ്രതിരോധത്തിലായ CPM ഇത് രാഷ്ട്രീയ പ്രേരിത നീക്കമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ED റെയ്ഡിൽ പേടിച്ചോടില്ലെന്നും തലപോയാലും BJPയുടെ രാഷ്ട്രീയത്തോട് പോരാടുമെന്നും റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. കേസിനെ രാഷ്ട്രീയപരമായി നേരിടാൻ ഞായറാഴ്ച കോഴിക്കോട് മുതലക്കുളത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന വൻ പൊതുയോഗം സംഘടിപ്പിക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സേവന കരാർ ഇടപാട് എന്ന നിലയിൽ പാർട്ടി ലളിതവൽക്കരിക്കാൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര പണമിടപാടുകളും വ്യാജരേഖകൾ ഉപയോഗിച്ചുള്ള ആശയവിനിമയങ്ങളും അടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായ മറുപടി നൽകിയേ മതിയാകൂ എന്ന ശക്തമായ ആവശ്യമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. ഓഗസ്റ്റ് 18-ന് കോഴിക്കോട്ടെ വിവിധ കേന്ദ്രങ്ങളിൽ ED നടത്തിയ മിന്നൽ പരിശോധനകൾക്ക് പിന്നാലെയാണ് നിർണായകമായ പല വിവരങ്ങളും വാർത്താക്കുറിപ്പിലൂടെ ED വെളിപ്പെടുത്തുന്നത്. മുൻപ് വീണയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ചുവന്ന ഡയറിയിലെ കയ്യെഴുത്തു കുറിപ്പുകളാണ് അന്വേഷണത്തിൽ വൻ വഴിത്തിരിവായതും. ഡയറിയിൽ ഏകദേശം 20 കോടിയിലധികം രൂപയുടെ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നതും. അതായത് ഏകദേശം 85 ലക്ഷത്തോളം രൂപ ദുബായിലേക്ക് വീണ കൈമാറി എന്നതിന്റെ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. അറിയപ്പെടുന്ന വരുമാന സ്രോതസ്സുകളേക്കാൾ ഭീമമായ തുകയാണ് വീണയുടെ കൈവശം എത്തിച്ചേർന്നതെന്നും CMRൽ നിന്ന് ലഭിച്ച ഔദ്യോഗിക തുകയ്ക്ക് പുറമെയാണ് ഇതെന്നും ED അടിവരയിട്ട് പറയുന്നുണ്ട്.